ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെസിൻ ആർട്ടുമായിട്ടാണ്. അപ്പോൾ എൻ്റെയും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കിത് റെസിൻ ആർട്ട് ഫോർ ബിഗ്നേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുത്തു പോകാം. അപ്പോൾ ആദ്യമേ തന്നെ റെസിൻ ആർട്ട് കിറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് റെസിൻ വേണം, ഹാർഡ്നർ വേണം. ആൻഡ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഞാൻ എടുത്തതിൻ്റെത് 2:1 ആയിരുന്നു. അതായത് 1 പോർഷൻ ഓഫ് റെസിനും ട്വൈസ് ദറ്റ് പോർഷൻ ഓഫ് ഹാർഡ്നർ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം നമ്മൾ കുഞ്ഞു കപ്പിലായിരുന്നു ഒരു അളവ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട്, എൻ്റെ തന്നെ അളവായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു പെർട്ടിക്കുലർ അളവ്, അതായത് ഒരു മാർക്കിംഗ് നമ്മൾ കൊടുത്തിട്ട് ആ മാർക്കിങ്ങിൻ്റെ ഒരു ലെവൽ നമ്മൾ റെസിനും ആ ലെവലിൽ തന്നെ 2 തവണ നമ്മൾ ഹാർഡ്നറും എടുത്തിട്ട് നമ്മൾ വലിയ കപ്പിലിട്ട് മിക്സ് ചെയ്യുമായിരുന്നു. ഇനി നമ്മൾ രണ്ടും ഈക്വലി എടുത്ത ശേഷം നമ്മൾ മെല്ലെ അതൊന്ന് സ്റ്റെർ ചെയ്ത് കൊടുക്കുക. നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. നമ്മൾ മെല്ലെ ചെയ്യുക, സോ ദാറ്റ് എയർ ബബിൾസ് ഒന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഫോമായി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ ഇങ്ങനെ സ്റ്റെർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഞാൻ വേറൊരു കപ്പിൽ ഈ നമ്മുടെ സൊല്യൂഷൻ മാറ്റി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇത് എൻ്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഷീ ലൈക്സ് പർപ്പിൾ കളർ. അതുകൊണ്ട് തന്നെ ഞാൻ ആ കളർ ചൂസ് ചെയ്തു. പിന്നെ കുറച്ച് വന്നിട്ട് നമ്മുടെ ബാക്കി സൊല്യൂഷനിൽ ഞാൻ ഗോൾഡൻ ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും നമുക്കിത് ഇങ്ങനെയാണ് കിട്ടിയത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി തന്നെ നമ്മൾ ആ പേർപ്പിൾ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മെല്ലെ ആ പേർപ്പിൾ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നല്ല ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയെന്ന് നമ്മൾ നോക്കുക കേട്ടോ. ഈവൻലി സ്പ്രെഡ് ആയെന്ന് നോക്കുക. എന്നിട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തു. ഇതെല്ലാം നമ്മുടെ കിറ്റിലുള്ളത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗാർലൻസ് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു വർഷം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡ്രൈഡപ്പ് ആയിരുന്നു. എന്നിട്ട് ആദ്യം ഞാനിങ്ങനെ വലുതായിട്ട് ഇട്ടപ്പോൾ അത് ഇച്ചിരി മോൾഡിനെക്കാട്ടിലും വലുതായി തോന്നി. പിന്നെ ഐ തോട്ട് ഓഫ് അത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് ചെറുതായിട്ട് പീസസ് ആക്കിയിട്ട് ഇടാമെന്ന് കരുതി. അങ്ങനെ പെറ്റൽസൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടുമായിരുന്നു. സ്റ്റെമ്മൊക്കെ മാറ്റിയിട്ട് പെറ്റൽസ് മാത്രമായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ആദ്യമേ റോസ് വെച്ച് കൊടുത്തു. 2 ഹാരം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് റോസിൻ്റെതും പിന്നെ ജിപ്സത്തിൻ്റെയും. ഇതിപ്പോൾ നമ്മൾ ജിപ്സത്തിൻ്റെയാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതും അതേപോലെ തന്നെ ആ ഗാർലൻഡിന് ആ ഫ്ലവേഴ്സൊക്കെ മാറ്റിയിട്ട് ആ ഫ്ലവേഴ്സ് മാത്രമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് എത്ര പൂ വേണം, നമുക്ക് എങ്ങനത്തെ ഡിസൈൻ വേണം, അതൊക്കെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. പുറകിൽ ചേച്ചി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ചേച്ചി ഇങ്ങനെ ഓരോന്ന് സജസ്റ്റ് ചെയ്യായിരുന്നു. ആദ്യമേ സർപ്രൈസായിട്ട് കൊടുക്കണം എന്നായിരുന്നു, പക്ഷെ ദെൻ ചേച്ചി അറിയാൻ കഴിഞ്ഞു. പിന്നെ തോട്ട് യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ഹർ. അപ്പം ചേച്ചിയുടെ എന്തെങ്കിലും സജഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഒരു ഫോട്ടോയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. കല്യാണത്തിൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് അതങ്ങനെ വെക്കായിരുന്നു. അപ്പം ആദ്യം വെച്ചപ്പോഴത്തേക്കും മൊത്തത്തിൽ ആ സൊല്യൂഷനിൽ അതങ്ങ് മുങ്ങിപ്പോയി. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി അത് ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ നമ്മൾ ഫോട്ടോ വെച്ചത്. ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ അതിന് നമ്മൾ June 10 എന്നുള്ളൊരു റൈറ്റിങ്ങും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സ്പ്രെഡായിപ്പോയി. അപ്പോൾ അതങ്ങനെ സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ അത് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് കൺസീൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറോ റാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് അത് കവർ ചെയ്തിട്ട് നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ അതിൽ സ്പ്രെഡ് ആവാതെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ ആ ഗാർലൻഡിലുള്ള ബീഡ്സ് തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പേൾസും കൂടി ഞാൻ ഈ റെസിനിൽ വെക്കുന്നുണ്ട്. കുറച്ച് ഗ്യാപ്സൊക്കെ ഉണ്ടായിരുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണിത്. ഇനി പേൾസൊക്കെ വെച്ച് കൊടുക്കാം.
അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ഇതെന്നുള്ള രീതിയിൽ കുറച്ചുകൂടി നമ്മൾ ഗോൾഡൻ ഫ്ലേക്സ് ഇട്ട് കൊടുക്കുമായിരുന്നു. ചേച്ചിക്ക് അത് വേണം എന്നുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചു. അത് നമ്മുടെ ഡേ 2 ആണ്. എക്സാക്ട് 24 hours ഒന്നും ആയിട്ടില്ല, ഞാൻ ടൈം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഫോട്ടോ കുറച്ചൊന്ന് ഡ്രൈ ആയ ശേഷം ഞാൻ സെക്കൻഡ് ഡേ തന്നെ രാവിലെ ഫോട്ടോ വെച്ച് കൊടുത്തിരുന്നു. ഓൾമോസ്റ്റ് ഡ്രൈഡപ്പ് ആയെന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഗ്ലിറ്റേഴ്സ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ സെയിം റെസിനും ഹാർഡ്നറും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ ആക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തൂടെ പോർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമുക്ക് ഇന്ന് ചെയ്യാനുണ്ടായിരുന്ന മെയിൻ ടാസ്ക്. ബാക്കി ഗ്ലിറ്ററിങ് പരിപാടി കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ സെയിം റേഷ്യോയിൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ അതേപോലെ തന്നെ ഒരു മാർക്ക് ഫിക്സ് ചെയ്തിട്ട് റെസിൻ്റെ ട്വൈസ് എമൗണ്ട് നമ്മൾ ഹാർഡ്നർ എടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിൻ മേടിക്കുമ്പോൾ 2 ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ കുഞ്ഞായിരിക്കും റെസിനും വലുത് ഹാർഡ്നറും ആയിരിക്കും. എന്നിട്ട് ഇത് എപ്പോൾ വരെ നമ്മൾ മിക്സ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഒപ്പിക്കായിരിക്കും. നല്ല ക്ലിയർ വാട്ടറി പോലത്തെ ഒരു ടെക്സ്ചർ കിട്ടുന്നത് വരെ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടോ, ഹാർഡ്നർ കുറച്ച് തിക്കായിരിക്കും, പക്ഷെ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു വാട്ടറി ടെക്സ്ചർ കിട്ടും. അത് കിട്ടുന്നവരെയാണ് നമ്മളത് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് മെല്ലെ ഇത് നമുക്ക് നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്ലൗസൊക്കെ ഇടണം കേട്ടോ, പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഗ്ലൗസ് ഇടാനൊക്കെ വിട്ടുപോയിരുന്നു. പക്ഷേ ഏറ്റവും സേഫായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മൾ സേഫ് സൈഡിലായിരിക്കും. എന്നിട്ട് നമുക്കിത് മെല്ലെ പോർ ചെയ്ത് കൊടുക്കാം. അത് ഈവൻലി സ്പ്രെഡ് ആവുന്ന രീതിയിൽ എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, അപ്പം ഫുള്ളി കൺസീൽഡ് ആവുമല്ലോ. അങ്ങനെ നമ്മളെല്ലാം പോറൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഈവൻലി സ്പ്രെഡായി. എനിക്ക് സൊല്യൂഷൻ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടി സൊല്യൂഷനൊക്കെ എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടായിരുന്നു അത് എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. കുറച്ചുകൂടി വലിയ കപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് ഈ കപ്പ് ഈ കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടിയതായിരുന്നു. വലിയ കപ്പാകുമ്പോൾ നമുക്ക് മെഷർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ പോർ ചെയ്ത് കൊടുത്ത് അതങ്ങനെ വെച്ചിരുന്നു. ഇത് നമ്മുടെ ഡേ 3 ആണ് കേട്ടോ. അപ്പം 24 hours എക്സാക്ട്ലി വേണമെന്നില്ലെങ്കിലും അത്യാവശ്യം ഒരു 16 hours പ്ലസ് മതിയായിരിക്കും, അതാവും. അങ്ങനെ ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട്. റൈറ്റിങ്സ് കുറച്ച് സ്പ്രെഡ് ആയെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ.